വിൻസൻ എം പോളിനെ മുഖ്യ വിവരാവകാശ കമ്മീഷണറാക്കാനുള്ള സർക്കാർ നീക്കത്തിന് ഹൈക്കോടതിയിൽ തിരിച്ചടി. വിവരാവകാശ കമ്മീഷണർ നിയമനത്തിൽ 2 ആഴ്ചത്തേക്ക് തൽസ്ഥിതി തുടരണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു. രേഖകൾ വിളിച്ചുവരുത്തി പരിശോധിച്ച ശേഷമാണ് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ്. നിയമനത്തിനെതിരായ ഹർജി കോടതി ഫയലിൽ സ്വീകരിച്ചു. സംസ്ഥാനത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെയും വിവരാവകാശ കമ്മീഷണർമാരുടെയും നിയമനം ചട്ടവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടി സമർപ്പിച്ച ഹർജി പരിഗണിക്കുകയായിരുന്നു ഹൈക്കോടതി. ഹർജി ഫയലിൽ സ്വീകരിച്ച സിംഗിൾ ബെഞ്ച് നിയമന നടപടികളിൽ തൽസ്ഥിതി തുടരാൻ ഉത്തരവിട്ടു. ഫലത്തിൽ ഇടക്കാല ഉത്തരവ് നിയമനത്തിനെതിരായ സ്റ്റേ ആയി മാറുകയായിരുന്നു. 2 ആഴ്ചത്തേക്കാണ് നടപടികളിൽ തൽസ്ഥിതി തുടരാൻ ഹൈക്കോടതി സർക്കാരിനോട് ആവശ്യപ്പെട്ടത്. വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്തു നിന്നും വിരമിച്ച വിൻസൻ എം പോളിനെ മുഖ്യ വിവരാവകാശ കമ്മീഷണറാക്കാൻ സർക്കാർ ഗവർണർക്ക് ശുപാർശ നൽകിയിരുന്നു. നിയമനം നടത്തിയിട്ടില്ലെന്നും ശുപാർശ നൽകുക മാത്രമേ ചെയ്തിട്ടുള്ളൂവെന്നും സർക്കാർ കോടതിയിൽ വിശദീകരിച്ചു. നിയമന സമിതിക്കും ഹൈക്കോടതി നോട്ടീസ് അയച്ചു. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഉൾപ്പെട്ട 3-അംഗ സമിതിയാണ് ശുപാർശ നൽകേണ്ടത്. വിൻസൻ എം പോളിന്റെ നിയമനത്തെ പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ ചോദ്യം ചെയ്തിരുന്നു. നേരത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ നിയമനം സംബന്ധിച്ച ഫയലുകൾ ഹൈക്കോടതി വിളിച്ചുവരുത്തി പരിശോധിച്ചു. അതിനുശേഷമാണ് ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചത്. സുപ്രീം കോടതി നിർദ്ദേശിച്ച മാർഗനിർദ്ദേശങ്ങൾ പാലിക്കാതെയാണ് മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കാൻ സർക്കാർ തീരുമാനിച്ചതെന്ന് ചൂണ്ടിക്കാട്ടി ട്രാവൻകൂർ ടൈറ്റാനിയം മുൻ MD S സോമനാഥൻ പിള്ള നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി ഉത്തരവ്. ജസ്റ്റിസ് മുഹമ്മദ് മുഷ്താഖാണ് ഹർജി പരിഗണിച്ചത്. റിപ്പോർട്ടർ, കൊച്ചി.